+1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 6 ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നും എക്സാമിന് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 3 കോൺസെപ്റ്റുകളാണ് ഇതിൽ നോക്കാനുള്ളത്. അറീനിയസ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ആസിഡ് കോൺസെപ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ ലൂയിസ് കോൺസെപ്റ്റ്. ഇപ്പോൾ ഓരോ കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് വേഗം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അറീനിയസ് കോൺസെപ്റ്റ്. അപ്പോൾ ഓരോ കോൺസെപ്റ്റിലും നമുക്ക് ആസിഡ് ഏതാണ് ബേസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു അറീനിയസ് കോൺസെപ്റ്റ് ദീസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഗീവ് H+ അയോൺ. നമ്മളൊരു സൊല്യൂഷനിൽ ഈ പറഞ്ഞ സബ്സ്റ്റൻസുകളെ ഇട്ട് കഴിഞ്ഞാൽ അവർ H+ അയോണിനെയോ അല്ലെങ്കിൽ H3O+ അയോണുകളെ തരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു ആസിഡ് എന്ന് പറയുക, വിച്ച് ഗീവ് H+ അയോൺ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇടുന്ന ഒരു HCl ആണെന്ന് വെച്ചോ, HCl വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഡിസോസിയേറ്റ് ചെയ്യും, എന്നിട്ട് H+ഉം Cl- ആയിട്ട് മാറും. ഈ വരുന്ന H+ H2O ആയിട്ട്, കാരണം H+ എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് അത് H2O ആയിട്ട് ചേർന്നിട്ട് അത് H3O+ എന്നായിട്ട് വരും, പ്ലസ് Cl- ആയിട്ട് വരും. കണ്ടോ, HCl എന്ന് പറഞ്ഞ ആൾ ആരെ തന്നു നമുക്ക്? H3O+ തന്നു. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇൻ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത കേസാണ്. അങ്ങനെ വരുമ്പോൾ അത് H3O+ അയോൺ തരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഒരു അറീനിയസ് ആസിഡ് അല്ലെങ്കിൽ ആസിഡ് എന്ന് വിളിക്കാം. ഇനി ബേസസ് എന്താണ്? സബ്സ്റ്റൻസസ് വിച്ച് ഗീവ് ഹൈഡ്രോക്സിൽ അയോൺ ആണ്. OH- അയോണിനെ തരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസസ് എന്ന് വിളിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ NaOH എന്ന് പറഞ്ഞ ആളെ വെള്ളത്തിലിടാന്ന് വെച്ചോ, ഇറ്റ് വിൽ സഡൻലി സ്പ്ലിറ്റ് ആൻഡ് ഫോം Na+ ആൻഡ് OH-. Na+ഉം തരും OH- തരും. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കും. NaOH എന്ന് പറയുന്നത് Na+ഉം OH- ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മളൊരു അറീനിയസ് കോൺസെപ്റ്റ്, അക്കോർഡിംഗ് ടു അറീനിയസ് കോൺസെപ്റ്റ് ഒരു ബേസ് ആണ് എന്ന് പറയാം. സോ ഇതാണ് ആസിഡ് ആൻഡ് ബേസ്. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോഴും എക്സ്പ്ലെയിൻ അറീനിയസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ ബേസിൻ്റെ ഡെഫിനേഷൻസ് എഴുതാം, പ്ലസ് അതിനൊപ്പം ഈ പറഞ്ഞ എക്സാമ്പിൾസ് എഴുതാം. ഐതർ നിങ്ങൾ എക്സാമ്പിൾ HCl എന്ന ആസിഡിൻ്റെയും ബേസിൻ്റെ NaOH ഒന്നും പഠിക്കാം. ഇനി ബെറ്റർ ഇക്വേഷനും കൂടി എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്, ബട്ട് വെറുതെ എക്സാമ്പിൾ എഴുതിയാലും മതി. ഓക്കെ, ഇനി വരുന്ന ആളെയാണ് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ദാറ്റ് ഈസ് ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് കേട്ടോ. ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് എന്നാണ് അതിനെ വിളിക്കാം. നോക്കാം നമുക്ക് അതിൽ എന്താണ് ഒരു ആസിഡും ബേസും അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്. ഇവിടെ നമ്മൾ H+ൻ്റെ കളി മാത്രമേ ഉള്ളൂ. ആസിഡ്സ് എന്ന് പറഞ്ഞാൽ H+ ആൾക്കാരെ തരുന്ന അയോൺ, H+ അയോണെ തരുന്ന ആൾക്കാർ, അതുകൊണ്ട് നമ്മൾ പറയും H+ അയോൺ ഡോണേഴ്സ് ആണെന്ന് പറയും. ബേസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സാണ്, അവർ H+ അയോണുകളെ മേടിക്കും, ആക്സെപ്റ്റ് ചെയ്യും. ബേസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സും ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഡോണേഴ്സും ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൽ ഇതേടാ ഞാൻ എഴുതാൻ പോകുന്ന ഒരു HCl എന്ന് പറഞ്ഞ ആളാണെന്ന് വെച്ചോ. എഗെയിൻ HCl എന്ന് പറയുന്നത് നമുക്ക് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് തരും? H+നെ വിട്ടു കൊടുക്കും, എന്നിട്ട് അത് H2ഓടൊപ്പം ചേർന്നിട്ട് H3O+ ആവും. കണ്ടില്ലേ? അപ്പോൾ HCl എന്ന് പറയുന്നത് ഇവിടെ എന്താ? H+ അയോണിനെ വിട്ടു കൊടുക്കുന്നതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ആസിഡ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ഇവിടെ H2O എന്ന് പറയുന്നത് ഇവിടെ എന്താ ചെയ്യുന്നത്? വരുന്ന H+നെ ആക്സെപ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ ആരാ? H3O എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് ദാറ്റ് H+ ഫ്രം ദി HCl. HClൽ നിന്നും ആ H+നെ മേടിക്കുന്നതുകൊണ്ട് നമുക്കതിനൊരു ബേസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് Cl- എന്നായിരിക്കും. HCl നിന്ന് H+ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് Cl ആണ്. ഇതേടാ ആസിഡിൽ നിന്നും ആ H+ പോയി കഴിഞ്ഞപ്പോൾ വന്നത് എന്താ? Cl- ആണ് അല്ലേ? അതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും കേട്ടോ. അതിനെ വിളിക്കുന്നതാണ് കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കും കേട്ടോ. ഒരാസിഡിൽ നിന്നും H+ വിട്ട് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയായിട്ട് കിട്ടുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കുക. അപ്പം ഞാനൊരു ആസിഡാണ്, എൻ്റെ നിന്ന് ഒരു H+ പോയാൽ ബാക്കി വരുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കുക. ആ ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കും കേട്ടോ. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ബേസ് എന്നാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ H2O എന്ന് പറയുന്ന ആൾ നോക്കിയാടാ ബേസാണ്, അത് H+നെ മേടിച്ച് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? H3O+ ആയിട്ട് മാറി. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കും, ആക്സെപ്റ്റ് ചെയ്തിട്ട് വന്നേക്കുന്ന ആളെ, ഒരു ബേസ് H+നെ മേടിച്ച് കഴിയുമ്പോൾ ഉണ്ടായേക്കുന്ന H3O+നെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കുക. ആ ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു H+ വന്നു, ഇവിടെയാണെങ്കിലോ ഒരു H+ ലൂസ് ചെയ്തു അല്ലേ? H+ പോയി. H+ വന്നപ്പോൾ H2O എന്ന് പറയുന്നത് H3O+ ആയി. വേറെ HCl എന്ന് പറയുന്നത് H+നെ വിട്ടുകൊടുക്കുന്ന ഒരു ആസിഡാണ്, എന്നിട്ട് Cl- ആയി. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോൺജുഗേറ്റ് ബേസ് എന്നായിരിക്കും വിളിക്കുക
കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കും. ഓക്കെ, മറ്റേത് H3O പ്ലസ് H2O എന്ന് പറയുന്നത് H പ്ലസ് മേടിച്ച് കഴിഞ്ഞാൽ H3O പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് വരാം. അപ്പോൾ ഇങ്ങനെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു ആസിഡിൽ നിന്ന് ഒരു H പ്ലസ് വിട്ടുകൊടുത്താൽ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ബേസും, ഒരു ബേസിൽ നിന്ന് ഒരു H പ്ലസ് മേടിച്ച് കഴിഞ്ഞാൽ ബേസ് ഒരു H പ്ലസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ഇതേടാ ഇങ്ങനെ പറയാം, ദീസ് ആർ ആസിഡ് ബേസ് പെയർ ദാറ്റ് ഡിഫേഴ്സ് ബൈ ഓൺലി 1 പ്രോട്ടോൺ. ഒരു പ്രോട്ടോൺ വെച്ച് ഡിഫറൻസ് വരിക, അതായത് HCl-ഉം Cl- ആണ് ആസിഡ് ബേസുകൾ. ഇത് ആസിഡ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് Cl. കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഒരു H പ്ലസിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കാം, നമ്മുടെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ആസിഡ് ഫോംഡ് ഫ്രം എ ബേസ് ഈസ് കോൾഡ് എസ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ദ ബേസ് ഫോം ഫ്രം ആൻ ആസിഡ്. അതിൽ ആ H പ്ലസ് പോയിട്ടുണ്ടാവുന്ന ആൾ, ആ ഒരു ആസിഡിൽ നിന്നും H പ്ലസ് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആളാണ് നമ്മുടെ കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ആസിഡും ബേസും നമുക്ക് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതാം. ഒരു ആസിഡും ബേസ് എന്ന് പറഞ്ഞാൽ ഇതേടാ അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു കോൺജുഗേറ്റ് ആസിഡ് ഇതേടാ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ കോൺജുഗേറ്റ് ബേസ് നമുക്ക് കണ്ടുപിടിക്കാനും അതുപോലെ ആസിഡ് കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യനുകൾ ഇതുപോലെ ചോദിക്കാം. അതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ആസിഡിൽ നിന്നും H പ്ലസ് കുറയ്ക്കാം, അപ്പം നമുക്ക് എന്ത് കിട്ടും, ബേസ് കിട്ടും, കോൺജുഗേറ്റ് ബേസ് കിട്ടും. ഇനി കോൺജുഗേറ്റ് ആസിഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബേസിൽ നിന്നും എന്ത് കുറയ്ക്കുക, H പ്ലസിനെ മൈനസ് ചെയ്യാം കേട്ടോ. ഒരു ആസിഡ് കണ്ടുപിടിക്കാൻ ബേസിൽ നിന്നും പ്ലസ് H പ്ലസ് ചേർക്കുക, ബേസിനോട് കൂടി H പ്ലസ് ചേർത്ത് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, ഇതേടാ ഇങ്ങനെ ആയിരിക്കും, ഞാനിവിടെ കാണിച്ചേക്കുന്ന പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. ദാറ്റ് ഈസ് ഫൈൻഡ് ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ് ഓഫ് ഫോളോയിങ്. NH3 H2Oയുടെയും കോൺജുഗേറ്റ് ആസിഡും ബേസും കണ്ടുപിടിക്കണം. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാൻ ആസിഡിൽ നിന്ന് H പ്ലസ് കുറയ്ക്കുക, കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ ബേസിനൊപ്പം ആസിഡ് കൂട്ടാം. ഓക്കെ, അതാ ചെയ്യേണ്ടത്. ഈ പ്ലസും മൈനസിൻ്റെയും കാര്യമാണ്, വേഗം നമുക്ക് നോക്കാം. ഇതേടാ അപ്പോൾ നോക്കാം, NH3 കോൺജുഗേറ്റ് ആസിഡും ബേസും കണ്ടുപിടിക്കണം. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നേക്കുന്ന സാധനത്തിൽ നിന്ന് ഒരു H പ്ലസിനെ കുറയ്ക്കുക അല്ലേ. അപ്പോൾ NH3 ആ തന്നേക്കുന്നത്, NH3യിൽ നിന്നും ഒരു H പ്ലസ് കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക, NH3യിൽ നിന്നും ഒരു H പ്ലസ് കുറച്ച് കഴിഞ്ഞാൽ NH2 ആവും. ഒരു H പോയാൽ NH2, അതിൻ്റെ ഒപ്പം ഒരു H പോയത് കൊണ്ട് അതെന്താവും, നെഗറ്റീവ് സൈൻ ആയിരിക്കും വരാം കേട്ടോ. NH3 നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, ഇനി കാരണം ഒരു H പ്ലസ്സാണ് പോയത്, എത്ര H പ്ലസ് പോകുന്നു അതിനനുസരിച്ച് നെഗറ്റീവ് ചാർജുകൾ ഇട്ടോളണം കേട്ടോ. ഇനി കോൺജുഗേറ്റ് ആസിഡും കൂടി കണ്ടുപിടിക്കുക. കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു H പ്ലസിനെ കൂട്ടണം കേട്ടോ, കോൺജുഗേറ്റ് ആസിഡ്. അപ്പോൾ NH3യിൽ ഒരു Hഉം കൂടി കൂടിയാൽ NH4 പ്ലസ് H പ്ലസ് കൂടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ അത്രയും പ്ലസ് ചാർജ് കൂടി വരും കേട്ടോ. അപ്പോൾ NH4 പ്ലസ് എന്നായിരിക്കും വരാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ H2 കണ്ടുപിടിക്കാം. H2 വരുമ്പോൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഒരു ആസിഡിൻ്റെ ഒപ്പം H പ്ലസിനെ എന്ത് ചെയ്യുക, കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുമ്പോൾ H2 എന്ന് പറഞ്ഞ ആസിഡില്ലേ അതിൽ നിന്ന് ഒരു H കുറയ്ക്കാം. അപ്പോൾ H2ൽ നിന്ന് ഒരു H കുറച്ചാൽ OH ആവും. ഓക്കെ, H2O അതിൽ നിന്ന് ഒരു H കുറച്ചാൽ OH. ഇനി എത്ര എണ്ണം കുറയ്ക്കുന്നോ അത്രയും നെഗറ്റീവ് ചാർജ്, എത്ര H പ്ലസ് നമ്മൾ കുറച്ചോ ഒരെണ്ണം, അപ്പോൾ അത്രയും നെഗറ്റീവ് ചാർജ് തന്നെ ഇവിടെ വരും. ഇനി കോൺജുഗേറ്റ് ആസിഡാണ് കണ്ടുപിടിക്കണമെങ്കിലോ, കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ H2Oയിൽ ഒരു H പ്ലസിനെ ചേർക്കാം. അപ്പോൾ H2O എന്ന് പറയുമ്പോൾ തന്നെ 2 H ഉണ്ട്, ഒരു Hഉം കൂടി ചേർത്ത് എന്ത് വരും, H3O വരും. H3യോടൊപ്പം എത്ര പോസിറ്റീവ് ചാർജുകളാണ് വരാം, ഒരു H പ്ലസ് ചേർക്കുക, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ്, അപ്പോൾ H3O പ്ലസ് എന്നായിരിക്കും വരാം. സോ H2 വരുമ്പോൾ കോൺജുഗേറ്റ് ബേസ് OH മൈനസും കോൺജുഗേറ്റ് ആസിഡ് H3O പ്ലസും ആയിരിക്കും. NH3 ആണെങ്കിൽ കോൺജുഗേറ്റ് ബേസ് NH2 മൈനസും കോൺജുഗേറ്റ് ആസിഡ് NH4 പ്ലസും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാൻ ആസിഡിൽ നിന്നും H പ്ലസിനെ കുറയ്ക്കുക, കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ ബേസിൻ്റെ ഒപ്പം H പ്ലസിനെ കൂട്ടുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റിൽ വരുമ്പോൾ ഈ 2 കാര്യങ്ങളും നോക്കണം. എന്താണ് ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നും അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ, ആസിഡുകളും ബേസുകളും എന്താണെന്നുള്ള ഡെഫിനിഷൻ നോക്കണം, H പ്ലസുകൾ ബേസ് ചെയ്തിട്ടുള്ളത്, ആൻഡ് ഫോളോഡ് ബൈ ദിസ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൻ്റെ ഡെഫിനിഷനും നോക്കണം, പിന്നെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഡുകളും ബേസുകളും കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കണ്ടുപിടിക്കാനുള്ള കാര്യം. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ കോൺസെപ്റ്റും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ലൂയിസ് കോൺസെപ്റ്റ്. വളരെ സിമ്പിളാണ്, ഇലക്ട്രോണുകളുടെ ബേസിലാണ് ഇത് പറയാം. അതായത് ഇലക്ട്രോണുകൾ വരികയാണെങ്കിൽ
ഒരു ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുക. അതായത് ചില ആൾക്കാർക്ക് ഇലക്ട്രോണുകൾ പൊതുവേ കുറവായിരിക്കും, ഡെഫിഷ്യൻ്റ് ആണെന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇലക്ട്രോണുകളെ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം മേടിക്കാം എന്നുള്ള ടൈപ്പായിരിക്കും, ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് അയോണുകൾ നോക്കുക. ഇപ്പോൾ നമ്മൾ പറയുന്ന CO2+3+ ആയിക്കോട്ടെ, Mg2+ ആയിക്കോട്ടെ, ഇവരുടെയിലൊക്കെ അയോണുകൾ കുറവ്, ഇലക്ട്രോണുകൾ കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. ഈസി ആയിട്ട് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി AlCl3 വരാമെന്ന് വെച്ചോ. AlCl3 എന്ന് പറഞ്ഞ ആളെ നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒക്ടേറ്റ് തിയറി ഒക്കെ 4th ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഹാവിങ് ആൻ ഇലക്ട്രോൺ. AlCl3 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് മോളിക്യൂളാണ്. 6 ഇലക്ട്രോൺസ് ഉള്ളൂ. ശരിക്കും 8 ഇലക്ട്രോൺ വേണ്ടേ? അപ്പോൾ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, ഈസി ആയിട്ട് ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഇനി ഇതേപോലെ ഇലക്ട്രോണുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കുന്ന പോലെ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ബേസ് എന്ന് വിളിക്കും. വിച്ച് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ. ഇപ്പോൾ H2O എന്ന് പറയുന്നതിൽ ലോൺ പെയർ ഉണ്ട്, NH3 ഉണ്ട്, OH- എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കൊക്കെ ലോൺ പെയറുകളുണ്ട്. അവർ ഈസി ആയിട്ട് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ലോൺ പെയറുകളാണ് വൺ ഓഫ് ദി മെയിൻ ക്രൈറ്റീരിയ. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദാറ്റ് ലോൺ പെയർ. ലോൺ പെയറുകൾ ഉണ്ടെങ്കിൽ ഈസി ആർക്ക് അവർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ ലൂയിസ് ബേസസ് ആയിട്ട് ആക്ട് ചെയ്യും. വേറസ് നമ്മുടെ ഈ പറഞ്ഞ ലൂയിസ് ആസിഡുകൾ വരുമ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ എടുത്തു വെക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ അവരെ നിർത്താനായിട്ട്, അവരെ പിടിച്ചു നിർത്താനായിട്ട് എന്ത് ചെയ്യണം? ഇലക്ട്രോണുകളെ പിടിച്ചു നിർത്താൻ വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. അല്ലേ? സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇലക്ട്രോണുകൾ വന്നിരുന്ന കാര്യമുണ്ടോ? ഇല്ല. അവിടെ സ്ഥലം വേണം. വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലൂയിസ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ലൂയിസ് ബേസസ് ആവണമെങ്കിൽ ലോൺ പെയർ ഉണ്ടാവണം. സോ ഇതാണ് 3 കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്: ലൂയിസ് കോൺസെപ്റ്റ്, അറീനിയസ് കോൺസെപ്റ്റ് ആൻഡ് ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. ഇത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ലൂയിസ് ആസിഡ് തിയറി ആയിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലൂയിസ് കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ ആസിഡിൻ്റെ കാര്യം എഴുതണം, ബേസിൻ്റെ കാര്യം എഴുതാം, അതിൻ്റെ എക്സാമ്പിൾസും എഴുതാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ പഠിച്ചോളണം. ക്ലിയർ ആയിട്ട് നോക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം മസ്റ്റ് ആയിട്ട് വരാറുള്ളതാണ്. നോക്കിയേക്കാം, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ.